സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് സിനിമകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യണം. ഞാൻ എമച്വറായിട്ടൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പല ആക്ടേഴ്സും ചെയ്ത പല കഥാപാത്രങ്ങളും ചെയ്യണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് പക്ഷേ അന്നത്തെ എൻ്റെ പ്രായമൊക്കെ വെച്ചിട്ട് അങ്ങനെ ചിന്തിച്ചു പോയി. അതിനിപ്പം റീക്രിയേറ്റ് ചെയ്താൽ ചിലപ്പം ഇനി പടം ഹിറ്റായാലോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരുന്നു അന്ന്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലെന്നുള്ളത് മനസ്സിലായി. ഈ ചോദ്യത്തിന് ഉത്തരം എൻ്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ എനിക്ക് ഒരു ഹീറോയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. റൊമാൻസ്, ആ കഥാപാത്രം ഒരു ആൻറ്റി ഹീറോ ആണെന്ന് ചോദിച്ചാൽ ആൻറ്റി ഹീറോ ആണ്, ഹീറോ ആണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഹാഫിൽ ഹീറോ ആണ്. നല്ല മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ എനിക്ക് ലിപ്സിങ് ചെയ്ത് പാടാൻ പറ്റി. അത് ഇവിടുത്തെ ഗ്രേറ്റ് സിംഗേഴ്സ് പാടിയത്. ഹരിഹരൻ സാറിനെ പോലത്തെ ഒരു ലെജൻഡ് ഡയറക്റ്റ് ചെയ്യുന്നു, എഴുതി ഡയറക്റ്റ് ചെയ്യുന്നു. KRG സാറിനെ പോലത്തെ ഒരു വലിയ ബാനർ KRG ഫിലിംസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ സൗഭാഗ്യമായിരുന്നു എനിക്ക് എൻ്റെ മുമ്പിലേക്ക് വന്നത്. അത് ഒരു പ്ലാറ്ററിൽ ഇങ്ങനെ എനിക്ക് കൊണ്ട് തരുമായിരുന്നു ദൈവം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് സിനിമയുടെ പുറകെ നടന്നില്ല. ഒരുപാടല്ല, ഞാൻ ഒട്ടും സിനിമയുടെ പുറകെ നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ MG ശ്രീകുമാർ സാർ വഴി ഇങ്ങനെ ഞാൻ എത്തിപ്പെട്ടു.